ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ റീമ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് IBPS PU പ്രിലിംസിൻ്റെ കുറച്ച് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് 2 പാർട്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റുന്നത്. റെക്കോർഡഡ് വേർഷനാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോമെൻറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം കുറേ പേരുടെ ഒരു എന്താ പറയുക, ഡൗട്ടും അല്ല, പക്ഷേ എന്നാലും കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇതുപോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ ഈ പറയുന്ന പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് അവേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ഇന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ബായോ, ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യന് മുന്നേ നമ്മുടെ ഓഫ്ലൈൻ കോഴ്സസ് എവിടെയൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അതായത് നമുക്ക് SSCയുടെയും RRBയുടെയും ബാങ്കിൻ്റെയും ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഓഫ്ലൈൻ ബാച്ചസ് ഉള്ളത് തിരുവനന്തപുരം ഉണ്ട്, കൊട്ടാരക്കരയുണ്ട്, കോഴിക്കോടുണ്ട്, കൊല്ലമുണ്ട്. എല്ലായിടത്തെയും നമ്പേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എങ്ങോട്ടേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേർഡ് റീഅറേഞ്ച്മെൻ്റ് ആണ്. വേർഡ് റീഅറേഞ്ച്മെൻറ്റ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 4 വേർഡ്സ് തന്നിട്ടുണ്ട്. 5 വേർഡ്സ്, അതായത് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസിനകത്ത് 5 വേർഡ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഈ തന്നിരിക്കുന്ന 5 വേർഡ്സ് ഉണ്ടല്ലോ, അത് ആ പ്രോപ്പർ ഓർഡറിലാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഈ നോ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അതല്ലെങ്കിൽ ഇവരൊന്ന് മര്യാദയ്ക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ഈ 5 വേർഡ്സ് എന്നുള്ളത് ആ ABCDEയുടെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തത് അക്കാഡമീഷ്യൻ. ഓക്കെ, അക്കാഡമീഷ്യൻ. അടുത്തത് കമൻഡബിൾ. ആ ഓരോ എയുടെ കൂടെയുള്ളത്, ബിയുടെ കൂടെയുള്ളത്, സിയുടെ കൂടെയുള്ള ഹൈലൈറ്റിംഗ്, ഡിയുടെ കൂടെ ഡേഞ്ചേഴ്സ്, ഇയുടെ കൂടെ സിസ്റ്റംസ്. ഓക്കെ, ഈ 5 വേർഡ്സിൻ്റെ പൊസിഷൻ പ്രോപ്പർ ആണോ എന്നൊന്ന് നോക്കുക. അത് പക്ക ഓക്കെ ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, ആ സെൻറ്റൻസ് കറക്റ്റാണ്, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലെന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം ആ സെൻറ്റൻസ് കറക്റ്റാണോ. അപ്പോൾ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് മാത്രമല്ല, ഇതുപോലെ വേർഡ് റീഅറേഞ്ച്മെൻറ്റും വരും. അപ്പോൾ നോക്കാം. The academician did a commendable job in highlighting the dangers of the so-called lethal weapon systems. അപ്പോൾ ആരോ ഒരു നല്ല ജോബ് അല്ലേ, നമുക്ക് പ്രശംസനീയമായിട്ടുള്ള ഒരു ജോബ് ചെയ്തു. അപ്പോൾ കമൻഡബിൾ ജോബ്, അപ്പോൾ അത് അങ്ങനെ തന്നെയല്ലേ, കമൻഡബിൾ തന്നെയാണ്. അപ്പോൾ ആരാ ചെയ്തു? ഒരു അക്കാഡമിഷ്യൻ. ഓക്കെ, എന്താ ചെയ്തത്? ഒരു വെപ്പൺ സിസ്റ്റത്തിൻ്റെ ഡേഞ്ചേഴ്സിനെ അത് ഹൈലൈറ്റ് ചെയ്തു. ഇതൊക്കെയാണ് ഇതിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് സെൻറ്റൻസ്. ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും ഇൻ്റർചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഓപ്ഷൻസിലൂടെ നോക്കാം. AE അക്കാഡമിഷ്യനെയും സിസ്റ്റത്തിനെയും കൂടെ മാറ്റണം. ദ സിസ്റ്റംസ് ഡിഡ് എ കമൻഡബിൾ ജോബ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അത് പോയി. BCനെ ഇൻ്റർചേഞ്ച് ചെയ്യണോ നോക്കിക്കേ. ഡിഡ് എ ഹൈലൈറ്റിംഗ് ജോബ് എന്ന് പറയുമോ? ഇൻ കമൻഡബിൾ ഇല്ല, BC വേണ്ട. BEനെ മാറ്റണോ നോക്കിക്കേ. ഡിഡ് എ സിസ്റ്റംസ് ജോബ് ഇല്ല. വെപ്പൺ കമൻഡബിൾ ഇല്ല. അടുത്ത AD മാറ്റണോ നോക്കുക. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് സ്വാപ്പ് ചെയ്യണമെന്ന് നോക്കുക. ദ ഡേഞ്ചേഴ്സ് ഡിഡ് അങ്ങനെ വേണോ? വേണ്ട. അപ്പോൾ AD അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ BE നോക്കേണ്ട ആവശ്യമില്ല, B ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മാറ്റാനുണ്ടോ? ഇല്ല. നോ ഇൻ്റർചേഞ്ച് റിക്വയർഡ്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ വേണം ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. കണ്ടോ അവിടെ? അപ്പോൾ ഒരു ഇൻ്റർചേഞ്ചും ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ പോരട്ടെ. ആ സെൻറ്റൻസ് എഴുതിയിരിക്കുന്ന അതേ ഫോർമാറ്റ്, അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇപ്പം ഞാൻ വീണ്ടും ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ആ വേർഡ്സ് എന്ന് പറയുന്നത് ഓരോ ആൽഫബറ്റിൻ്റെയും കൂടെയുള്ള വേർഡ്സ് ആണ്. സ്കിൽസ് ആർ asset vital in today's globalized economy where threat jobs are under unskilled of automation. വായിച്ചപ്പോൾ തന്നെ ഒരു പിടിയും കിട്ടിയിട്ടില്ല അല്ലേ? അപ്പോൾ നോക്കിയിട്ട് എന്തായിരിക്കാം മാറ്റം വരുത്തേണ്ടത്? are
അസറ്റ് എന്ന് പറയുമോ? അതാലോചിച്ച് നോക്കിക്കേ അല്ലേ. അപ്പോൾ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കിക്കോ. അവിടെ എ അസറ്റ് അല്ല, പകരം ഇ കൊടുക്കുക. നമുക്ക് ഓപ്ഷൻസ് വെച്ച് തന്നെ നോക്കിയാൽ മതി മാറ്റണോ വേണ്ടയോ എന്നുള്ളത്. ഇനെ കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യണം നോക്കി. അപ്പോൾ 6 ഓട്ടോമേഷൻ എന്ന് വരും. അതല്ലേ? അതല്ല, അത് പോയി, അതല്ല. ഇനി അടുത്തത് ബി സി വേണോ നോക്കിക്കേ. ബി സി എന്ന് പറഞ്ഞാൽ 6 അസറ്റ് അല്ല, ബി സി അല്ല. ആദ്യം എനെ മാറ്റണം. എ തെറ്റാണല്ലോ, അസറ്റ് എന്നല്ല. അപ്പോൾ എനെ മാറ്റാനായിട്ട് പിന്നെ ഏത് ഓപ്ഷനാണ് അവിടെ കിടക്കുന്നത്? എനെ മാറ്റാനായിട്ട് പിന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഉള്ളത് ഓപ്ഷൻ സിയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എ ബി മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്കിൽസ് ആറ് വൈറ്റൽ അസറ്റ്. അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. ഓക്കെ, സ്കിൽസ് ആറ് വൈറ്റൽ അസറ്റ്. അപ്പോൾ അത് തിരിച്ചിടാലോ, കുഴപ്പമില്ലല്ലോ. എ ബിനെ ഇൻ്റർചേഞ്ച് ചെയ്തല്ലോ, പക്ക. ഓക്കെ, അപ്പോൾ skills are a vital asset in today's globalized economy where threat jobs are under unskilled ആണോ? are under, അതും തിരിച്ചിട്ടോ. are under എന്താണ്? under ഏതൊക്കെ വേർഡ്സ് ആണ്? ഒന്ന് അൺസ്കിൽഡും മറ്റേത് ഓട്ടോമേഷനും. ഓക്കെ, അതാണ് നമ്മുടെ 2 വേർഡ്സ്. അപ്പോൾ ആർ അണ്ടർ എന്താണ്? സി ഡി ആട്ടോ. സി ത്രെട്ടാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. അല്ലെങ്കിൽ സി ത്രെട്ടാണ്. പിന്നെ സിയും ഡിയും ആണ്. ഡി എന്ന് പറയുന്നത് ത്രെഡ് ജോബ്സ് ആർ അണ്ടർ അൺസ്കിൽഡ് ഓഫ് ഓട്ടോമേഷൻ. അപ്പോൾ ത്രെട്ടും അൺസ്കിൽഡും ഓട്ടോമേഷനും. ഇതാണ് ത്രെട്ടും അൺസ്കിൽഡ്. ഓക്കെ, പിന്നെ ഓട്ടോമേഷൻ. അപ്പോൾ സി ഡി മാറ്റാലോ, സി ഡി മാറ്റാം. ഓക്കെ, വേർ അൺസ്കിൽഡ് ജോബ്സ്. ഓക്കെ, അൺസ്കിൽഡ് ജോബ്സ് ആർ അണ്ടർ ത്രെട്ട്. അവർ ഭീഷണിയിലാണ് അല്ലേ? ഇങ്ങനെയല്ലേ വരേണ്ടത്. അപ്പോൾ എ ബിനെ മാറ്റണം, സി ഡിനെ മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിനകത്ത് വേർഡ്സ് തമ്മിൽ നമ്മൾ സ്വാപ്പ് ചെയ്യേണ്ടി വരും. എന്നാലും മീനിങ് ഫുൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ചിലതിലൊന്നും സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കിയിട്ട് ഉറപ്പിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അടുത്തത് ഞാൻ വേർഡ്സ് എയുടെ കൂടെയുള്ള കറപ്ഷൻ ഇത് ബോൾഡായിട്ടാണ് തരുന്നത് കേട്ടോ. ബിയുടെ ഫേസിംഗ് ഉണ്ട്, സിയുടെ ഗവൺമെൻറ് ഉണ്ട്, ഡിയുടെ സ്കാനർ ഉണ്ട്, ഇയുടെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഒന്ന് നോക്കിയിട്ട് പറയോ. ഇതിപ്പോൾ റെക്കോർഡ് സെഷൻ ആയതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് പോസ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ കേൾക്കുക കേട്ടോ. അപ്പോൾ എന്ത് വരും നോക്കിയിട്ട് പറഞ്ഞേ. കറപ്ഷൻ എംപ്ലോയീസ് ഫേസിങ് ക്രിമിനൽ ഓർ ഗവൺമെൻറ് കേസസ് ആർ അണ്ടർ സ്കാനർ ഓഫ് ദ മോദി അഡ്മിനിസ്ട്രേഷൻ. കറപ്ഷൻ എംപ്ലോയീസ് എന്ന് പറയുമോ? അതെന്തുവാ? അത് തെറ്റല്ലേ? കറപ്ഷൻ എംപ്ലോയീസ് എന്നല്ല. അപ്പോൾ എനെ എങ്ങനെ മാറ്റാൻ നോക്കുക. ഓപ്ഷൻ നോക്കിക്കേ. എ സി ഉണ്ട്, എ ബി ഉണ്ട്. എ ബി എന്ന് പറഞ്ഞാൽ ഫേസിങ് എംപ്ലോയീസ്. അത് തെറ്റാ, ഫേസിങ് എംപ്ലോയീസ് എന്ന് പറയത്തില്ല. അപ്പോൾ എ ബി അല്ല, പോയി. അടുത്തത് എ സി ഉണ്ട്, അതായത് ഗവൺമെൻറ് എംപ്ലോയീസ്. കൊള്ളാലോ, ഗവൺമെൻറ് എംപ്ലോയീസ്. അത് തന്നെ ആൻസർ. ഗവൺമെൻറ് എംപ്ലോയീസ് ഫേസിങ് ക്രിമിനൽ ഓർ കറപ്ഷൻ കേസസ് അല്ലേ? ക്രിമിനൽ ഓർ കറപ്ഷൻ കേസസ്. യെസ്, മോദി അഡ്മിനിസ്ട്രേഷൻ, അതൊക്കെ കറക്റ്റാണ്. അപ്പോൾ എ സീനെ മാത്രം ഒന്ന് സ്വാപ്പ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൻ്റെ തന്നെ 2 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഇതൊക്കെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക്. ഓക്കെ, അടുത്തത് ഓക്കെ. ഇഫ് ദി ഒബ്ലൈജ്ഡ് ആർ ഓൾട്ടർനേറ്റീവ്. The authorities are flights to provide compensation or an dash. അപ്പോൾ അവിടെ തന്നെ ആൻസർ കിട്ടി അല്ലേ? ഓർ ആൻഡ് ക്യാൻസൽഡ്. ഈ അല്ല, ഈ അവിടെ കൊടുക്കത്തില്ല അല്ലേ? ഒന്നെങ്കിൽ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു ആൻ അവിടെ കിടപ്പില്ലേ? അപ്പോൾ ഈ ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് ഏതായിരിക്കാം? ഈ ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്തത് ഏതാ നോക്കുക. എ ആണോ? ഓർ ആൻഡ് ഒബ്ലൈജ്ഡ് ആണോ? അല്ല. ഈ ആയിട്ട് ബി ഉണ്ടോ നോക്കിക്കേ. ഓർ ആൻഡ് ഓൾട്ടർനേറ്റീവ്. യെസ്, അത് പറ്റും. ഓക്കെ, ഓർ ആൻഡ് ഓൾട്ടർനേറ്റീവ് എന്ന് വരും.
അപ്പോൾ മാറ്റിക്കോ, ഇവിടെ ഓൾട്ടർനേറ്റീവ് എന്ന് വരും, ഒന്നെങ്കിൽ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ്. ഇവിടെ ക്യാൻസൽഡ് എന്നും കൊടുക്കാം. ബി ഇ ഓക്കെയാണ്. ബി ഉള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതുകൊണ്ട് സി ഉറപ്പിക്കാൻ വരട്ടെ. ബി ഇ ശരിയാണ്. അപ്പം ആ ബി ഉള്ള ഒരു ഓപ്ഷൻ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അതും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ഉറപ്പിക്കാം ആൻസർ. എ ഡി. ഇഫ് ദി ഒബ്ലൈജ്ഡ് ആർ cancelled, the authorities are flights. the authorities are flights എന്നാണോ? അതെന്താ? തെറ്റല്ലേ? അപ്പോൾ മാറ്റിക്കോ, എ ഡി മാറ്റിക്കോ, എ ഡി മാറ്റിക്കോ. ഇഫ് ദ ഫ്ലൈറ്റ്സ് ആർ ക്യാൻസൽഡ്. ഓക്കെ, ഇവിടെ ഒബ്ലൈജ്ഡ് എന്ന് എഴുതിക്കോണേ. എവിടെ എഴുതും? എനിക്ക് സ്ഥലമില്ല. ഓക്കെ, ഒബ്ലൈജ്ഡ്. ഓക്കെ, ഇഫ് ദ ഫ്ലൈറ്റ്സ് ആർ ക്യാൻസൽഡ്, ദി അതോറിറ്റീസ് ആർ ഒബ്ലൈജ്ഡ് ടു പ്രൊവൈഡ് കോമ്പൻസേഷൻ ഓർ ആൻ ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഫ്ലൈറ്റ് കാര്യം ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ അതോറിറ്റീസ് ദേ ആർ ഒബ്ലൈജ്ഡ് ടു പ്രൊവൈഡ് കോമ്പൻസേഷൻ. അത് ഈ കോമ്പൻസേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ്. സോ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. അപ്പോൾ എ ഡി ശരിയാണ്, ബിയും ശരിയാണ്. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇതേ വേർഡ് സ്വാപ്പിൽ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇത് ഷെയർ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത് ചെയ്തിട്ട് ഇനി നിങ്ങൾ വേറെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. മനസ്സിലായി? അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് ബാങ്ക് എക്സാംസ് എഴുതുന്നുണ്ട്. പക്ഷേ നമുക്ക് ബാങ്കിങ് ചാനൽസ് ഒരുപാട് കേരളത്തിൽ തന്നെ നല്ല ബാങ്കിങ് ചാനൽസ് ഉണ്ടെങ്കിൽ പോലും ആരും അതങ്ങ് റെഫർ ചെയ്യുന്നില്ല. എല്ലാവരും ഹിന്ദിക്കാരുടെ ഇത് കിട്ടിക്കഴിയുമ്പോഴെന്നാൽ ഹിന്ദി കുറേ പേർക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ചിലർക്ക് അറിയത്തില്ലേ പോലും. അവർ ആ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ നമുക്ക് എത്രയോ നല്ല ബാങ്കിങ് ചാനൽസ് അല്ലേ. അപ്പം ഇപ്പോൾ ദിശയ്ക്ക് തന്നെ ഇതുപോലെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ഉള്ളപ്പം, അത് ഫ്രീ വീഡിയോസ് ഉള്ളപ്പോൾ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ വേർഡ് സ്വാപ്പിൽ നമുക്ക് കാണാം. The Revenue Department has asked customs officials to ensure strict implementation of import on prohibition of e-cigarettes. വലിയ കുഴപ്പമൊന്നും കണ്ടില്ലല്ലോ, നോക്കാം. Revenue Department has asked customs officials to ensure strict implementation of import on prohibition. അല്ലേ? ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുമോ? റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ, സമ്മതിച്ചു. എന്താ ചോദിച്ചിരിക്കുന്നത്? അത് ആരോടാണ് ചോദിച്ചിരിക്കുന്നത്? കസ്റ്റംസ് ഒഫീഷ്യൽസിൻ്റെ അടുത്ത്. സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കുഴപ്പമില്ലല്ലോ. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എന്താണ്? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇമ്പോർട്ട് ഓൺ പ്രൊഹിബിഷനോ? അത് തെറ്റല്ലേ? ഡിയും ഇയും കൂടെ അല്ലേ? ഡി ഇ. ഡി തെറ്റാന്ന് പറയുമ്പോൾ തന്നെ ഡിയുടെ ഓപ്ഷൻ ഡി ഇ, അത് തന്നെ ആൻസർ അല്ലേ? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രൊഹിബിഷൻ. എന്താണ് അവിടെ പ്രൊഹിബിറ്റ് ചെയ്യേണ്ടത്? എന്താണ്? ഇമ്പോർട്ട് ഓഫ് ഇ സിഗരറ്റ്സ്. അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുക. ഡി ഇ. കാരണം എ ഒക്കെ ശരിയാകുമ്പോഴത്തേക്കും എ ഡി അവിടെ വരത്തില്ലല്ലോ. അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കസ്റ്റംസ് ഒഫീഷ്യൽസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രൊഹിബിഷൻ ഓൺ ഇമ്പോർട്ട് ഓഫ് ഇ സിഗരറ്റ്സ്. ഇ സിഗരറ്റ്സ് കൊണ്ടുവരാൻ പറ്റില്ല, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് സ്ട്രിക്റ്റായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയോ? ഓക്കേ, യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വേർഡ് സ്വാപ്പിനെ ബേസ് ചെയ്താണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു സെറ്റിലോട്ട് പോവാം. അടുത്തത് നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആർ സി ഉണ്ടായിരുന്നു കേട്ടോ, ആർ സി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ആർ സി എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ്. അതായത് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, 3 വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 3 വേർഡ്സ് അതേപോലെ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്, പകരം കോമ്പിനേഷൻ വൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതൊക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ, ചിലപ്പോൾ എ മാത്രമായിരിക്കാം, ചിലപ്പോൾ ബി മാത്രമായിരിക്കാം, കോമ്പിനേഷൻ ആയിരിക്കാം. അപ്പോൾ അതിനാണ് 5 ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ബാങ്ക് എക്സാംസിന് 5 ഓപ്ഷൻസ് ആണ്, അതൊക്കെ അറിയാമല്ലോ അല്ലേ? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 0.25 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ നമുക്ക് 30 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രിലിംസിന് ഉള്ളത്. അതൊക്കെ അറിയാമല്ലോ അല്ലേ? ബേസിക്സിലൂടെ ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ മിനിസ്റ്റർ വാസ് ഡാഷ് ബൈ ദ അതോറിറ്റീസ് ഫോർ നോട്ട് പേയിങ് ദ ടാക്സസ്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എന്ത് കൊടുക്കാം അവിടെ? എന്ത് ആൻസർ നമുക്ക് അവിടെ കൊടുക്കാം? ഒന്ന് നോക്കിയിട്ട് പറയും.
Okay. The minister was hounded by the authorities, moved by the authorities, pursued by the authorities for not paying the taxes. മൂവ്ഡ് ബൈ ദി അതോറിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ എനിക്കിങ്ങനെ പറയാം, ഐ വാസ് മൂവ്ഡ് ബൈ ദി ആക്ട്. ഞാൻ ഒരു ദുഷ്ടയാണെങ്കിൽ അവരത് ചെയ്ത് കണ്ടപ്പോഴത്തേക്കും എൻ്റെ മനസ്സങ്ങ് അലിഞ്ഞു. ഐ വാസ് മൂവ്ഡ് ബൈ ദിയർ ആക്ട്. അങ്ങനെ വേണം പറയാം. അപ്പോൾ ഇവിടെ ടാക്സസ് ചെയ്യാത്തതുകൊണ്ട് മിനിസ്റ്ററിന് മനസ്സലിവോ ഒന്നും വരത്തില്ല, അത് വരത്തില്ല. ഇനി ഹൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹറാസ് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, എന്നിങ്ങനെ ഹറാസ് ചെയ്യുക എന്നാണ്. അപ്പോൾ കറക്റ്റാണ്. ടാക്സ് ചെയ്യാത്തതുകൊണ്ട് അതോറിറ്റീസ് എല്ലാം കൂടെ ഹറാസ് ചെയ്യാൻ തുടങ്ങി. പെർസ്യൂ എന്ന് പറഞ്ഞാൽ ചേസ് ചെയ്യാൻ, ഫോളോ ചെയ്യാനായിട്ട്, എന്തുകൊണ്ട് അടച്ചില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പെർസ്യൂ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് രണ്ടും ഓക്കെ അല്ലേ? എയും സിയും അവിടെ പറ്റും. അതുകൊണ്ട് ഓപ്ഷൻ ഇ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ ബാങ്ക് എക്സാംസിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ എല്ലാ ഓപ്ഷനും ഒന്ന് വായിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ടേ ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൊത്തത്തിൽ വായിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ഫൈനൽ ആൻസർ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. കാരണം ചിലർ ഇപ്പോൾ എ കറക്റ്റാണ്, ഹൗണ്ടഡ്, ഓക്കെ, അതിലേക്ക് അങ്ങ് പോകുന്നു. അങ്ങനെ ചെയ്യാൻ വരട്ടെ. എല്ലാ ഓപ്ഷൻസും നോക്കുക. കാരണം എ മാത്രമല്ല, ചിലപ്പോൾ കോമ്പിനേഷൻ വരും. അപ്പോൾ ഇങ്ങനത്തെ കോമ്പിനേഷൻ ഓപ്ഷൻസ് വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതും സെയിം പാറ്റേൺ തന്നെയാണ്. ഓക്കെ, നോക്കാം. ഓക്കെ. Police said the case dash huge amounts of public money which have been diverted fraudulently and that interrogation is needed to track the funds. Okay. Police said the case hours huge amounts. വരത്തില്ല അല്ലേ? കേസ് കോണ്ടക്ട് അത് വരില്ല. പിന്നെ the case involves, അതിനകത്തുള്ളത് എന്നാണ് പറയുന്നത് അല്ലേ? ഹ്യൂജ് അമൗണ്ട്സ് ഓഫ് പബ്ലിക് മണി. അതിങ്ങനെ ഒരുപാട് രീതിയിൽ അത് ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫണ്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഇൻട്രോഗേഷൻ വേണം. എന്താണല്ലോ ഒരു നടപടി വേണം. ഓക്കെ, അതാണ് വേണ്ടത്. അപ്പോൾ ഇൻവോൾവ്സ് മാത്രമേ ഉള്ളൂ, ഓൺലി ബി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ എപ്പോഴും മര്യാദയ്ക്ക് വായിച്ച് നോക്കുക. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. ഇൻസ്ട്രക്ഷൻ ബാങ്കിങ് എക്സാംസിൻ്റെ IBPS PO പ്രത്യേകിച്ച് PO ലെവലും കൂടെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇട്ട് തരത്തില്ല. ക്വസ്റ്റ്യൻസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മളൊന്ന് പ്രോപ്പറായിട്ടൊന്ന് വായിച്ച് കൺഫേം ചെയ്തിട്ടേ ആൻസർ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഫില്ലേഴ്സ് ആയിരുന്നു. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എറർ സ്പോട്ടിംഗ്. എറർ സ്പോട്ടിംഗ് നിങ്ങൾക്ക് അറിയാലോ. എറർ സ്പോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യും. 4 പാർട്സായിട്ട് ഒരു സെൻറ്റൻസ് ഡിവൈഡ് ചെയ്യും. ഏത് പാർട്ടിൽ എറർന്ന് കണ്ടുപിടിച്ചാൽ മതി. എറർ ഒന്നും ഇല്ലെങ്കിൽ ഓപ്ഷൻ ഇ നോ എറർന്ന് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ അടുത്ത സെറ്റ് എറർ സ്പോട്ടിംഗ് ആണേ. The farmer finds it difficult to find buyers to sell their fresh organic അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഫ്രഷ് ഓർഗാനിക് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസർ അല്ല. പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളൊരു രീതിയാണ്. അവരുടെ ആ ഒരു ക്രിയേഷൻ എന്നുള്ളൊരു മീനിങ് ആണ്. അതിൽ പക്ഷേ മിസ്റ്റേക്ക് ഇല്ല കേട്ടോ. ചിലപ്പോൾ ചിലർ ഓർഗാനിക് പ്രൊഡ്യൂസ് അത് കാണുമ്പോൾ ഒരു മിസ്റ്റേക്കായിട്ട് തോന്നാം. പ്രോഡക്ട്സ് അല്ല ആ പ്രൊഡ്യൂസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന സംഭവം എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് ഇല്ല. ദ ഫാമർ ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ബയേഴ്സ് ടു സെൽ ദിയർ ഫ്രഷ് ഓർഗാനിക് പ്രൊഡ്യൂസ്. എറർ ഇല്ല കേട്ടോ. ആ ക്വസ്റ്റ്യനകത്ത് ഒരു എററും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ വരാമെന്നല്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഓക്കെ, മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്തത് പിന്നെ ഫാമർ സിംഗുലർ ആയിട്ട് വേർബ് സിംഗുലർ അതൊക്കെ അറിയാമല്ലോ, അതിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അടുത്തത് കേജ്രിവാളിൻ്റെ ക്വസ്റ്റ്യനാണ് അല്ലേ.
ആ നോക്കാം. It were not Mr. Kejriwal's fault that the BJP mayors are incompetent and corrupt, that they were not invited, said Sanjay Singh. ആ അവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? അത് കേജ്രിവാളിൻ്റെ ഫോൾട്ട് അല്ല. ഇപ്പുറത്ത് കാണുന്നത് BJP എന്നാണ്. that the BJP mayors are incompetent and corrupt, that they were not invited. ഓക്കെ, അപ്പോൾ അത് കേജ്രിവാളിൻ്റെ ഫോൾട്ട് അല്ല. സബ്ജക്റ്റ് അവിടെ സിംഗുലർ അല്ലേ, പിന്നെ എന്തിനാണ് അവിടെ വേർ കൊടുത്തിരിക്കുന്നത്? അല്ലേ, ആലോചിച്ച് നോക്കിയേ. ഇറ്റ് വാസ് നോട്ട് ഹിസ് ഫോൾട്ട്, ഇറ്റ് വാസ് നോട്ട് ഹിസ് ഫോൾട്ട്. അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, പിന്നെ എന്തിനാണ് നമ്മളവിടെ വേർ കൊടുത്തിരിക്കുന്നത്? എന്താണ്? ഇറ്റ് എന്നല്ലേ, ഇറ്റല്ലേ നമ്മളവിടെ ഒരു ഇൻട്രൊഡക്ടറി സബ്ജക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റിന് നമ്മൾ സിംഗുലർ വേർബാണ്, അപ്പോൾ വേർ അല്ല വാസ് എന്ന് കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണാമല്ലോ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The Supreme Court says Canadian judges has been too soft in punishment for 30 years in giving offenders the lowest possible sentence. എന്തായിരിക്കും അല്ലേ? സുപ്രീം കോർട്ട് സേസ് കനേഡിയൻ ജഡ്ജസ്, സബ്ജക്റ്റ് പ്ലൂറൽ അല്ലേ, അപ്പോൾ വേർബ് പ്ലൂറൽ അല്ലേ, ജഡ്ജസ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ഹാവ് അല്ലേ, ബി പാർട്ടിലാണ് എറർ. ഞാൻ നേരത്തെ മാർക്ക് ചെയ്തായിരുന്നു, മാർക്ക് ചെയ്തു. സോ അവിടെ ജഡ്ജസ് പ്ലൂറലാണ്, അതുകൊണ്ട് തന്നെ വേർബും പ്ലൂറലാണ്. കണ്ടോ, സിമ്പിൾ സാധനം. ജഡ്ജസ് പ്ലൂറൽ ആയതുകൊണ്ട് അതിൻ്റെ വേർബും പ്ലൂറൽ ഹാവ് എന്ന് കൊടുക്കുക കേട്ടോ. അടുത്തതിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് CGLൻ്റെ ഓൺലൈൻ കോഴ്സും ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടവർ ജോയിൻ ചെയ്യാം. നമുക്ക് കറണ്ട് അഫെയർസും, അതായത് അടുത്ത ലോങ് ടേം CGLലേക്ക് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റും ഡെയിലി ക്വിസസും എല്ലാം തന്നെ വരുന്ന നമ്മുടെ പുതിയ ബാച്ച് ഉടൻ തുടങ്ങും. അപ്പോൾ അതുവരെ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ദിശ ഓൺലൈൻ്റെ ആപ്ലിക്കേഷൻ ഈ കാണുന്നതാണ്, ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത. The government is expected to issue a statement regarding the investigation to the press. എന്താ എറർ? ഒരു എററും ഇല്ല, കറക്റ്റാണ്. The government is expected എന്താണ്? To issue a statement regarding the investigation to the press. ഒരു എററും ഇല്ല. നോ എറർ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ വരാറുണ്ട്, അവിടെ എററൊന്നും ഇല്ല. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ് ടെൻഷൻ അടുപ്പിക്കുന്നില്ല, അതിനകത്ത് എററൊന്നും ഇല്ല. ഓക്കെ, അടുത്ത എന്താ? ഓക്കെ, അവിടെ The company Maruti Suzuki has been producing 10 million units since it was established in 1982. ഓക്കെ, അതെ, സിൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിൻസ് വരുമ്പോഴത്തേക്കും ഒരു എക്സാക്ട് പോയിന്റ് ഓഫ് ടൈമാണ്. അപ്പോൾ സിൻസ് 1982, അപ്പോൾ അന്ന് മുതൽ ഇത്ര മില്യൺ യൂണിറ്റ്സ്, 10 മില്യൺ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അവിടെ എന്തിനാ ഹാസ് ബീൻ പ്രൊഡ്യൂസിംഗ് എന്ന് വരുന്നത്? എന്തിനാ അവിടെ ഒരു കണ്ടിന്യൂസ് ഫോമിൻ്റെ ആവശ്യമുണ്ടോ? അവിടെ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ മുതൽ ഇപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണോ? അല്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. 1982 തൊട്ട് ഉണ്ടായിരുന്നു, ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അവിടെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു മീനിങ് വേണ്ട. അപ്പോൾ ഹാസ് ബീൻ പ്രൊഡ്യൂസിങ് വേണ്ട, പിന്നെ എന്ത് കൊടുത്താൽ മതി? ഹാസ് പ്രൊഡ്യൂസ്ഡ് എന്ന് മാത്രം അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. ഹാസ് പ്രൊഡ്യൂസ്ഡ് എന്ന് മതി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ സിൻസ് വരുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്താൽ മതി ഇത്. ഓക്കെ, പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം, പക്ഷേ ഇവിടെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന മീനിങ് ആണ്, അല്ല. അപ്പോൾ 1982 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രത്തോളം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 10 മില്യൺ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഹാസ് പ്രൊഡ്യൂസ്ഡ് എന്ന് മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒരു ക്വസ്റ്റനും കൂടെ ഉണ്ട് കേട്ടോ. എറർ സ്പോട്ടിങ്ങിൽ ഒരു ക്വസ്റ്റനും കൂടെ ഉണ്ട്. ഒന്നല്ലേ? ഒന്നോ രണ്ടോ? ഓക്കെ, നോക്കാം. ഓക്കെ, അടുത്തത്. Under no circumstances you would be allowed to remain out of home after 10 o'clock, said Radhika to her son. ഒരു കാരണവശാലും 10 മണിക്ക് ശേഷം വീടിന് പുറത്തുനിന്ന് ഇറങ്ങിയ രാധിക മകൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും എറർ? നെഗറ്റീവ് വേർഡാണ്, ശ്രദ്ധിച്ചോ.
നോ സർക്കംസ്റ്റൻസസ്, അണ്ടർ നോ സർക്കംസ്റ്റൻസസ്, അതായത് ഈ ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ നെഗറ്റീവ് വേർഡ് അല്ലേ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ ഇൻവേർഷൻ റൂൾ അപ്ലൈ ചെയ്യണം. യു വുഡ് ബി അലൗഡ് എന്നാണോ? പിന്നെ വുഡ് യു ബി അലൗഡ് എന്ന് വേണം. വുഡ് യു ബി അലൗഡ്. അപ്പോൾ ഈ അണ്ടർ നോ സർക്കംസ്റ്റൻസസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫ്രേസാണ്. നമ്മൾ ഹാർഡ്ലി, റെയർലി, സ്കേഴ്സ്ലി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതൊരു നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഇത് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇൻവേർഷൻ റൂൾ അപ്ലൈ ചെയ്യേണ്ട. സാധാ പാറ്റേൺ അനുസരിച്ച് ഷീ ഈസ് ഫൈറ്റിംഗ് എന്നോ അങ്ങനെ ഒരു നോർമൽ സബ്ജക്റ്റ് ആണോ തുടക്കത്തിൽ വരേണ്ടത്? അല്ല. ഇൻവേർഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഹെൽപ്പിംഗ് വേർബ് തുടക്കത്തിൽ കൊണ്ടുവരും. നമ്മൾ സാധാ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഇപ്പോൾ ഷീ ഈസ് ടീച്ചിങ് അങ്ങനെ നമുക്ക് പറയാം, അതൊരു പോസിറ്റീവ് സെൻറ്റൻസാണ്. ഇപ്പോൾ ഷീ ഈസ് ടീച്ചിങ്. ഓക്കെ, ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ പോസിറ്റീവ് സെൻറ്റൻസ്. ഇത് പോസിറ്റീവാണ്, അപ്പോൾ ആദ്യം സബ്ജക്റ്റ് ആണ്, പിന്നെയാണ് വേർബ് വരുന്നത് അല്ലേ? അത് പോസിറ്റീവ് സെൻറ്റൻസിലാണ്. പക്ഷേ ഇത് നെഗറ്റീവ് വരുമ്പോഴത്തേക്കും ഹെൽപ്പിംഗ് വേർബ് ആദ്യം കൊടുക്കണം. അതാണ് വുഡ് യു ബി അലൗഡ് എന്ന് വരുന്നത്. അപ്പം ബി പാർട്ടിലാണ് എറർ. മനസ്സിലായോ? ഓക്കേ, യെസ്. അപ്പം ഇത്രയായിരുന്നു നമ്മുടെ എറർ സ്പോട്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പം ഇനി എനിക്ക് എടുക്കാനുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതൊരു 5 ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ക്ലോസ് ടെസ്റ്റ് കൂടെ ഉണ്ട്. അതപ്പോൾ ഞാൻ ഈ പാർട്ടായിട്ട് എടുക്കുന്നില്ല, അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ കാണിക്കാം. കാരണം എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു വീഡിയോയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു സാച്ചുറേഷൻ ഫീലിംഗ് വരും. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു, ഏത് പാർട്ടിലെ എറർ നമ്മൾ കണ്ടു, അതേപോലെ നമ്മൾ ഫില്ലേഴ്സ് കണ്ടു, പിന്നെ വേർഡ് സ്വാപ്പ്. ഓക്കെ, വേർഡ് സ്വാപ്പ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്തതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ മറ്റൊരവസരത്തിൽ കാണാം. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ.